അവരെയും മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇതൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിലീപ് എൻ്റർടൈൻമെൻ്റ് ആണ്, ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ കണ്ടു തന്നെയാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ പാട്ടുണ്ട്, തമാശകളും കൊച്ചു സങ്കടങ്ങളും എന്നൊക്കെ പറയുന്ന 10-18 വർഷം ഗൾഫിലുണ്ടായിരുന്ന പവിത്രൻ എന്ന് പറയുന്ന ഒരാൾ നാട്ടിൽ വന്ന് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള അയാളുടെ ജീവിതമാണ് പവി കെയർ ടേക്കറിലൂടെ നമ്മൾ പറയുന്നത്. അപ്പം അതിൽ ഇതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് നന്നായി എത്തിക്കുക, ഈ സിനിമ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല ഇല്ല, അത് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റോറീസും ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ജീവിച്ചിട്ടുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെയൊക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത്. എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വന്നുപെട്ടു. അയാളുടെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ആ സ്പർശമാണ് എഴുതാനുള്ളൊരു സ്പാർക്കായിട്ട് വന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. അതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ പുള്ളിയോട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ കേസ് വരും, ജസ്റ്റ് സ്റ്റോറി റൈറ്റ് വെച്ചിട്ട്. അതായിരിക്കും ഉദ്ദേശം. ഉണ്ടായിരിക്കും. ഒരു ഘട്ടത്തിൽ പോലും ഞാൻ മറ്റൊരു നടനെ പറ്റി ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് വിനീതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഫേസിൽ തന്നെ വിനീത് ആരാണെന്ന് ഓപ്ഷൻ എന്നോട് ചോദിക്കുന്നതിനും വരെ ഞാൻ മിണ്ടാതിരുന്നു. അദ്ദേഹം പല ഓപ്ഷൻസ് വെച്ചിട്ടില്ല, നമ്മൾ രണ്ടുപേരും. അപ്പോൾ വിനീതിന് എൻ്റെ മനസ്സിൽ ആരാന്ന് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ലാസ്റ്റിലാണ് അതെല്ലാം കേട്ട് നമ്മൾ ആലോചനയുടെ ഒരു സെക്കൻഡ് ഘട്ടത്തിലാണ് നമുക്കിത് ആരാണ് രാജേഷിൻ്റെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദിലീപേട്ടനാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിപ്പോഴും പവിത്രന് വേറൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നിട്ടേ ഇല്ല, എഴുതുന്ന ഒരു ഘട്ടത്തിൽ പോലും വന്നിട്ടില്ല. തീർച്ചയായിട്ടും. കാരണം ഇതൊരു വെക്കേഷൻ കാലം തന്നെയല്ലേ. അപ്പം ആ രീതിയിൽ ഉള്ള സിനിമ തന്നെയായിരിക്കും പവി കെയർ ടേക്കർ. അപ്പം അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഈ പവി. നിങ്ങളെ ചിരിപ്പിക്കും, ചിലപ്പോൾ എനിക്കത് കറക്റ്റ് അറിയില്ല, അയാൾ ഫീൽ ചെയ്യിപ്പിച്ചേക്കാം. നല്ല പാട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് പറയില്ല. നിങ്ങളെൻ്റെ ഇതിനു മുമ്പുള്ള ഒരുപാട് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ പവിത്രൻ. റീഇൻവെൻഷൻ ഒന്നുമില്ല. നമ്മുടെ ഓരോ സിനിമകളും ശ്രമങ്ങളാണ്. ഞാനിപ്പോഴും പറയാറില്ല, എൻ്റെ ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും, ചിലത് അടിക്കൂല, ചിലത് അടിക്കും എന്നൊക്കെ പറയുന്നുള്ളൂ. എല്ലാം ശ്രമങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതിൽ പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ. അയാൾ ജീവിതത്തിൽ അയാളുടേതായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അയാൾ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു. അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നരയൊക്കെ ഇട്ടിട്ടാണോ എന്ന് ചോദിച്ചു. അത് അങ്ങനെയല്ല, പക്ഷെ ഈ ദിലീപേട്ടൻ തന്നെയാണ്, പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ അങ്ങനെ കട്ട് ചെയ്യാതെ കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട്
എന്നുവെച്ചാൽ എനിക്ക് പ്രായമില്ലെന്നെല്ലാം പറഞ്ഞു തന്നെ. അതല്ല, എന്നാൽ അയാൾ അതിനെക്കുറിച്ചൊന്നും ബോധേടല്ല. അങ്ങനെയുള്ള ഒരാള് അയാൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അപ്പോ ഈ ഏതൊരാൾ പ്രണയത്തിൽ പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷയമുണ്ടല്ലോ, അയാൾക്കൊരു പ്രണയം ഉണ്ടാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരു യങ്ങാവാനുള്ള ഒരു ശ്രമവും അല്ലെങ്കിൽ യങ്ങായി പോകും. നമ്മുടെ പ്രവർത്തികളും രീതികളും ഒക്കെ ആ രീതിക്കായിരിക്കും. കാരണം നമുക്ക് ഒരു മനസ്സിന് സുഖം തരുന്ന ഒരു കാര്യം അപ്പുറത്തോട്ട് എന്ന് പറയുമ്പോൾ താനൊരാണാണ് എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ, ബോൾഡായിട്ട് ബിഹേവ് ചെയ്യുക, സരസത കൂടുക, ഇത് മൊത്തത്തിൽ ലൈഫിൽ റൊമാൻറ്റിക് ആവുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. അതൊക്കെ ഈ പവിത്രനെ കാരണം നമ്മളെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ലേ? അല്ലെങ്കിൽ റൊമാൻസ് മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെക്കാനിക്കൽ ആവുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലെത്തും. ചിരി കണ്ടാ അറിയാം റൊമാൻറ്റിക് ആണ്. അതെ, അങ്ങനെയല്ല. നമ്മള് പല ഫ്ലാറ്റുകളും ഇങ്ങനെ നോക്കി, വിനീത് കുറെ ഫ്ലാറ്റുകൾ പോയി നോക്കിയതാണ്. പക്ഷെ നമുക്ക് എല്ലാം ഒത്തുചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴും ഞാൻ വിനീത് ഞാനൊരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്നൊരു സ്ഥലം എനിക്ക് തോന്നുന്നത് ആ സ്കൈലൈൻ്റെ ആ ഫ്ലാറ്റ് ആയിരിക്കും. CID മ്യൂസിയത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത്. അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ്. സെയിം ഫ്ലാറ്റ് ആണെങ്കിലും അത് നമ്മൾ വേറെ ഫ്ലാറ്റിൽ എടുത്ത ഫീലിലുള്ള സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് വരിക. അത് മറ്റുണ്ടാവില്ല. സംസാരിച്ച് കുറെ കാലമായിട്ട് തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഉണ്ടാവുന്ന ഒരു സംഭവം. അത് പിന്നെ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് തന്നെ വേറെ വഴിക്ക് പോയത്. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്നലെ തുടങ്ങുന്നല്ലോ എന്നെ. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നത്. അല്ല, ഞാൻ നിങ്ങൾ കാണുന്നതല്ലേ, എൻ്റെ ഓരോ സിനിമ വരുന്നതിന് മുമ്പ് ഓരോ ഐറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾ ഇന്നലെ അല്ല കാണുന്നത്. ഇതിപ്പോ കുറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണ്. അതൊന്നും ഏക്കാതായപ്പോ വേറെ രീതിയിലൊക്കെ ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ ഫേസ് ചെയ്യുക. നമ്മള് സിനിമയാണ് എൻ്റെ ലോകം, സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ കുറെ ഒരു ഫൈറ്റിൽ നിൽക്കുകയാണ്, അത് അതിന്റെ വഴിക്ക് പോവാ അല്ലാണ്ട് അല്ലേ? ഞാൻ ആരാണെന്നോ? ഇപ്പൊ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാണ് അങ്ങനെ. എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാർ മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക, വായി തോന്നുന്ന പറയാന്ന് പറയുമ്പോഴും എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല. കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ നമ്മുടെ ഈ ഫാൻസും ഈ ജനങ്ങളും തന്ന ഒരു ഊർജ്ജമല്ലേ ദിലീപേട്ടനെ സ്റ്റിൽ ഇവിടെ നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു പവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മാധവൻ, ഉണ്ണി, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരുപാടുള്ളതാണ്. ഈ പവിയും അതുപോലെ നമ്മുടെ ഉള്ളിൽ കയറും. അത് കയറുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം. നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും പവി. ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞത് ഏതൊരു ഫ്ലാറ്റിൽ, നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്, താമസിച്ചിട്ടുള്ളവരാണ്, ഫ്ലാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ്. അവിടെ എല്ലാം ഒരു കെയർ ടേക്കർ ഉണ്ടാവും. ഈ പവിത്ര എന്ന് പറയുന്ന കെയർ ടേക്കറുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലയിൽ കൂടിയാന്നുള്ളതാണ്. എല്ലാവരുടെയും ഗാർഡിയനാണ് പുള്ളി എന്നുള്ളതാണ്. എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും കൂടി സരസത കൂടി ആണ് ഈ സിനിമ പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ഹിറ്റുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെല്ലാം അങ്ങനെയൊന്നും പറയാൻ എന്നാൽ കഴിഞ്ഞ കുറേ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ 1-2 സിനിമ മോശമായി എന്ന് പറഞ്ഞാൽ അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ. കാരണം ഞാൻ കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ എത്തിയിരിക്കുന്നത്. അത് എൻ്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല, പല ടൈപ്പ് സിനിമകൾ, പല ടൈപ്പ് കഥാപാത്രങ്ങളാണ്. അതിൽ ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല. ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല. പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു. പിന്നെ ഒരു പടം വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ പാവം അതിന്റെ പ്രൊഡ്യൂസർ അത്രയും നമുക്ക് ചിലപ്പോൾ അടുത്ത സിനിമയിൽ അത് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം പ്രൊഡ്യൂസേഴ്സിന്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ചെയ്യുന്നു. നമുക്ക് ഇതിന്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞൂടാ. അല്ലല്ല, കാരണം 10-21 വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ ഒരു മെമ്പർ കൂടിയാണ്. അത് മാത്രമല്ല, ഞാനിവിടെ 21 വർഷമായിട്ട് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന, അതിന് ഇരിക്കാനുള്ളൊരു സ്ഥലം, അതുപോലെ തന്നെ അതിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു നന്മയുടെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ്. അതല്ലാതെ ഇപ്പം നിങ്ങൾ കണ്ടല്ലേ, അന്നത്തെ ഫിയോക്കിന്റെ ലോഞ്ചിന് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും ചേംബറും എല്ലാവരും കൂടി വന്നിട്ട് തന്നെയാണ് എല്ലാവരും ആശംസകളും എല്ലാം വന്നിട്ടാണ്. അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം. അല്ലാണ്ട് ഇത് വേറൊന്നിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് ദയവേത്, മനസ്സിലായി? അത് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പടം അപ്പോൾ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് നിന്നത്. അത് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയോക്ക് വേറെ ആൾക്കാരോട് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും, അല്ല ചെയർമാൻ നിങ്ങൾക്ക് പടം തരൂലേ, നിങ്ങൾക്ക് ചെയർമാന് നിങ്ങളുടെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ട് അവരുടെ മുമ്പിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെഡി. ഇനി പുറകെ ഓരോ ആൾക്കാർ ഫിയോക്കിലൂടെ വന്നേക്കാം എന്ന് വെച്ച് മറ്റുള്ള അസോസിയേഷനിൽ ഇതാവുന്നില്ല. കാരണം നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പേഴ്സാണ്. ഇതിലിവിടെ കുറച്ച് നാൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചോദ്യമാണ്. ദിലീപ് ഏട്ടൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ആ ഒരു കോമഡി ആക്ടിംഗ് ഒക്കെ എവിടെയോ മിസ്സായി, ഒരു ഏച്ചുകെട്ടലാണ് ഇപ്പോൾ അഭിനയത്തിൽ എന്നുള്ള ഒരാളുടെ ഒരു പോസ്റ്റാണ്. അതിന് കാരണം താങ്കളുടെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡൻ്റ് ആണോ, അതിൽ നിന്ന് താങ്കൾ റിലീഫ് ചെയ്ത് വന്നിട്ടില്ലേ, സിനിമ അഭിനയത്തിൽ അത് ബാധിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരാളുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് പേര് പറയാൻ പറ്റില്ല, അപ്പോൾ അത് പറയാൻ പറ്റില്ല. ആ തോന്നൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടോ, എന്തെങ്കിലും ഇതുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ കഥാപാത്രം അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ ബിഹേവ്. അവരുടെ പ്രധാന അഭിപ്രായം കോമഡി നല്ല രീതിയിൽ കോമഡി ചെയ്തുകൊണ്ടിരുന്ന ഒരാളിൽ നിന്നും ആ ഒരു കോമഡി ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നില്ല എന്നതാണ് അയാളുടെ പോയിന്റ്. അതാ ചോദിച്ചാൽ അയാൾ ആരാണ്? അത് പറയാൻ പറ്റില്ലല്ലോ, അത് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ്, അയാളുടെ പേര് അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കാര്യത്തിന് ഞാൻ എന്തിനു ഉത്തരം പറയണം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത്തരത്തിലുള്ള ഒരാളുടെ ഒരു പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി പാടില്ലാത്ത ആരോ ഒരാൾ എവിടെ നിന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു ഇതിന് മുഴുവൻ ഉത്തരം പറയുമ്പോൾ, കാരണം എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അത് ഉത്തരം താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞത് ആ പോസ്റ്റിന് അടിസ്ഥാനപ്പെടുത്തി ആ തോന്നലിൽ സത്യം ഉണ്ടോ? ഞാൻ ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും ആ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നിങ്ങൾ ഈ പവി കെയർടേക്കർ കാണുമ്പോൾ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഇതിൽ പോകും. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞു ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടിത്തിമിർക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല. എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു പിന്നെ അത് ബിഗ് സ്ക്രീനിൽ വന്നില്ല. കേശു വീടിന്റെ നാഥൻ അയാളുടെ രീതിക്കുള്ള ഒരു ആട്ടവും കാര്യങ്ങളും ഉള്ള ഒരാളാണ്.
ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥനില് അയാള് ഈ ഫേസ് ചെയ്യുന്നത് പ്രസിഡന്റുമായുള്ള പ്രശ്നത്തിലാണ്. അപ്പൊ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ അതൊരു കോമാളിത്തത്തിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥകളുണ്ട്. ഇപ്പൊ ഈ ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. ചില ക്യാരക്ടേഴ്സിന് നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിൾ ആവാൻ പറ്റില്ല. അയാളുടെ രീതികളുണ്ട്. അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് പല പ്രശ്നങ്ങളും, ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല. ഞാൻ ഈ പൊട്ടിച്ചിരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യണതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ സിനിമയിൽ വരുന്ന കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് എനിക്ക് പ്രശ്നമുണ്ട്. അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ല. എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്ത് ആവശ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ സിനിമ നിങ്ങൾ കാണൂ, എന്നിട്ട് അയാളോട് ചോദിക്കും ഇപ്പൊ ഇയാള് ശരിയായോ എന്ന് ചോദിക്കൂ. മാറിന്ന് വേറെ ആളുടെ പോസ്റ്റാ, എന്നെ പോസ്റ്റ് ആക്കരുതിട്ടാ. ചെയ്ത പടങ്ങളുടെ കോമഡി അല്ലെങ്കിൽ കഥാപാത്രങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടാണോ പവിയിലേക്ക് വന്നത്, അതോ ഇത്രയും നാൾ ചെയ്ത കോമഡിയിൽ നിന്നെല്ലാം മാറി പുതിയൊരു കഥാപാത്രമായിട്ടാണോ? ഇത് പുതിയൊരാളല്ലേ പവിത്രൻ, പുതിയൊരാളാണ്. പഴയത് രീതികളൊന്നുമല്ല. പക്ഷെ നമ്മളെ അഭിനയിക്കുമ്പോൾ കോമഡി എപ്പോഴും നമ്മുടെ മുമ്പിൽ വീഴുന്നത് ഒരേപോലെ തന്നെ അല്ലേ, അതുപോലെ ഉണ്ട്. പിന്നെ ഇതിൽ രസിപ്പിക്കാവുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട്. അത് നിങ്ങൾക്ക് രസിക്കാൻ പറ്റട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ നിങ്ങൾ എല്ലാവരോടും പറയും, പുതിയ ആൾക്കാരോടൊക്കെ നമുക്ക് പറ്റിയ തമാശകളൊക്കെ ആയിട്ട് വരാൻ. നിങ്ങൾ എല്ലാവരും ഭയങ്കര കമ്പനിയല്ലേ. അങ്ങനെ എന്തായാലും അപ്പൊ പിന്നെ എളുപ്പമല്ലേ. ഞാൻ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. എല്ലാവരും അഭിനയത്തിലേക്ക് ഇറങ്ങിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പഴയ ദിലീപന്റെ ചിത്രങ്ങൾ, കോമഡി ചിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റ് കഥാപാത്രങ്ങൾ, കോമഡി കഥാപാത്രങ്ങൾ തന്നെ ചെയ്യുന്ന മറ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ സലീമേട്ടൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എംപ്റ്റി ആണെന്ന് ഫീൽ ചെയ്യും. അല്ല, അന്ന് ചെയ്ത പോലത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഒരുപാട് ലെജൻസ് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇപ്പൊ സിനിമകളുടെ രീതികൾ മാറി വരുന്നു, തമാശകളുടെ സ്വഭാവങ്ങൾ മാറി വരുന്നു. ഇല്ല, ഇപ്പൊ കൂടുതൽ ഇപ്പൊ പുതിയ ആൾക്കാർ കഥ പറയുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള രീതിയിലല്ല പറയുന്നത്. പണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു കഥ പറയുന്നത്, നമ്മുടെ അടുത്ത് ഒരു റൈറ്റർ വന്ന് കഥ പറയുന്നത്, ഒരു കഥാകൃത്ത് കഥ പറയുന്നത് കൂടുതലും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സിനിമ കാണാൻ പറ്റുകയാണ്. ഇന്ന് അങ്ങനെ എടുത്തു വന്ന് പറയാൻ പറ്റുന്ന വളരെ അപൂർവ ആർട്ടിസ്റ്റുകളുള്ളൂ അങ്ങനെ പറയും. ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് കഥ പറയും. ഇല്ല, നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും പറയുന്നത് നമ്മളുടെ സിനിമകളിൽ നിന്ന് കാണാൻ രസിക്കാനും ഇത് നമ്മൾ ഏത് തരത്തിലെ കഥാപാത്രം ചെയ്താലും പ്രശ്നമില്ല, അതിനകത്ത് സരസ്വതി ഉണ്ടാവും. അതാണ് എല്ലാവരും പറയുന്നത്. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ പേടിച്ച് ചെയ്തൊരു വേഷമാണ് വാളയാർ പരമശിവ. കാരണം സ്പിരിറ്റ് മാഫിയയിലാണ് ഞാനത് 2006-ലല്ലേ ജൂനിയ സിനിമ ആണോ, 2006 എന്തോ തോന്നുന്നു അല്ലേ, റൺവേ 4 6 എന്തോ ആണ്. അപ്പൊ ആ സമയത്ത് സ്പിരിറ്റ് മാഫിയ ലീഡറാണ്. പക്ഷെ അയാളുടെ സരസതയും അയാളുടെ ബുദ്ധിയൊക്കെയാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തത്. അതിന്റെ അടുത്ത വർഷം എന്താണ് ഞാൻ ഹോം മിനിസ്റ്ററായിട്ട് അഭിനയിച്ചത്. പക്ഷെ നമ്മൾ അതിലൂടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളിലൂടെ സരസതയെ കൂടി പറയാം. പിന്നെ ആസ് എൻ ആക്ടർ നമ്മൾ പല വഴിക്കുമൊക്കെ പോയി നോക്കും. കാരണം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ബോറടിക്കുമല്ലേ ഒരേപോലെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാവുന്ന വിഷയങ്ങൾ. അതിൽ ചിലത് ആൾക്കാർക്ക് ഇഷ്ടമാവും, ചിലത് ഇഷ്ടാവില്ല. ആക്ടറാണ്, നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തോണ്ടിരിക്കും അല്ലേ.
നമ്മൾ കരയുന്ന കാണാൻ ഇഷ്ടം. ഇപ്പൊ നിങ്ങൾ നേരത്തെ വെച്ച് എന്തിനാ സങ്കടപ്പെട്ടതെന്ന് ചോദിച്ചു. അത് ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ? അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിളിച്ചു, നിങ്ങൾ അങ്ങനെ സങ്കടമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമ്മളെപ്പോഴും പ്ലസന്റ് ആയിരിക്കണം. എനിക്കും അത് തന്നെ എപ്പോഴും ഇഷ്ടം. ഞാൻ എപ്പോഴും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും എന്നെ ചിരിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും. അതേസമയം കമാരസംഭവം പോലത്തെ സിനിമ ദിലീപേട്ടൻ്റെ വേറൊരു പെർഫോമൻസ് അല്ലേ നമ്മൾ കണ്ടത്. പക്ഷെ അത്രയും നാളും ദിലീപ് എന്ന ആക്ടറെ നമ്മൾ കൊമേഡിയൻ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് എന്ന് മാത്രം ഒതുക്കി നിർത്താതെ കമാരസംഭവം പെർഫോമൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ദിലീപേട്ടൻ കാഴ്ചവെച്ചത്. അപ്പോൾ അത് ആ പെർഫോമൻസിന് ദിലീപേട്ടൻ ഉദ്ദേശിച്ച രീതിയിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് തോന്നിയിട്ടുണ്ട് ആ ഒരു സിനിമയുടെ. അല്ല, നമ്മുടെ ഒരു ജോണിക്ക് ബിസിയോ, ജോണി ഭയങ്കര തിരക്കുള്ള ആളായിരുന്നു, വിളിയോട് വിളി ആൾക്കാർ കോൾഷീറ്റ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിനോട് 100% നീതി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ റിസൾട്ട് എന്നാന്നുള്ളത് അത് ഗംഭീരമായ സന്തോഷം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ആ സിനിമ നന്നായി. അത് മാത്രമല്ല, അത് OTT-യിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും വിളിച്ചു പറയുകയൊക്കെ ഉണ്ട്. അപ്പം അത് ഏത് സിനിമയാണെങ്കിലും ഇപ്പോൾ പഴയ സിനിമയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. അത് ഏതൊരു ആക്ടർക്കും അതെ. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ തവണയും വീണ്ടും വീണ്ടും അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. അത് ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതല്ല. ഞാൻ സിനിമ ചെയ്യുന്ന കൂടുതലും പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാണ്. ദിലീപേട്ടൻ ഇതിന്റെ അടിയിൽ ഈ ട്രെയിലറിന്റെ അടിയിൽ വന്ന കുറെ കമന്റ് ആണ് ദിലീപേട്ടൻ അപ്ഡേറ്റഡ് ആവുന്നില്ല എന്ന്. ശരിക്കും ദിലീപേട്ടൻ അപ്ഡേറ്റ് ആവും? ഞാനല്ലല്ലോ, എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പൊ എന്നെ വെച്ച് പടം ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്നത്. എനിക്ക് എന്നെ വെച്ച് ഡയറക്ട് ചെയ്യുന്നത്, എന്നെ വെച്ച് കഥ ഉണ്ടാക്കുന്ന റൈറ്റേഴ്സ് അപ്പുറം ഇരിക്കുന്നുണ്ട്. ഇവര് അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിക്കും. കാരണം എനിക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണ് ഡയറക്ടറെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ എന്റേതാണ്. ഞാൻ ചെയ്ത ഓരോ സിനിമയ്ക്കും ഓരോ ഡയറക്ടർ ഉണ്ട്, ഒരു റൈറ്റർ ഉണ്ട്, എല്ലാം ഇല്ലേ. ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ ആടുന്ന ഒരാളാണ്. അത് ഇവര് പറയുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇതാണ്, ഇപ്പോഴത്തെ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ ഓരോ സിനിമയ്ക്കും എന്റെ ആർഗ്യുമെന്റ്സുകൾ, എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരുടെ കൂടെ യാത്ര ചോദിച്ചോക്കെ ഇവരോട്. ഞാൻ പിടിച്ചുകൊണ്ട് ഇവരെ കൊണ്ട് പോകുന്നതാണോ, ഞാൻ ഇവരുടെ കൂടെ പോകുന്നതാണോ എന്ന് ഇവര് രണ്ടുപേരും പറയട്ടെ. അത് ഏത് സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ്. ഇത് മാറ്റുമോ, ഈ പറയുന്ന പേര് മാറ്റുമോ എന്ന് ചോദിക്കുന്നത്. അപ്ഡേറ്റഡ് ആവുന്നില്ല എന്ന് പറയുന്നത് അതിനകത്ത് പറയുന്നുണ്ട് അപ്ഡേറ്റഡ് ആവാൻ. അത് ഈ കഥാപാത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ കഥാപാത്രത്തെ ഇവര് മോൾഡ് ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. 18 വർഷം ഗൾഫിലൊക്കെ ആയിട്ട് അയാളുടെ ജീവിത രീതികളിൽ അയാൾ ഒരു പഴയ സ്വഭാവവും ചിന്തകളൊക്കെ ഉള്ള ഒരാള്. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് അയാൾ മാറിയിട്ടില്ല. അയാളുടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അയാളൊരു പ്രണയത്തിൽപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ്. പേഴ്സണലി ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് വെച്ചാൽ ഞാൻ ഒരു അഹങ്കാരം പറഞ്ഞു, ഞാൻ എന്താന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ലാണ്ട് പോയി സമയം. എന്റെ സങ്കടങ്ങളിലോ എന്റെ വിഷമങ്ങളിലോ എല്ലാം എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ വേലിയിരിക്കുന്നത്. എന്റെ മുമ്പ് ഒരാൾ ദൈവത്തെ മോശമായിട്ട് എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. മനസ്സിലായി? നിങ്ങൾ പറയുന്നു ആരോ എന്തോന്ന് അറിയാത്ത കുറെ ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ പേരിൽ ഉണ്ടാവുന്ന കുറച്ച് ആൾക്കാർ അതും ഇതും പറയുന്നു. അവർ ഞാൻ കാരണമാണ് ഇപ്പൊ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നൊക്കെ വന്ന് കുറെ ആൾക്കാർ പുതിയ എന്നെ തെറി പറയുന്ന ആൾ എന്നുള്ള രീതിയിൽ ഫേമസ് ആവുന്നത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും എനിക്ക് സന്തോഷമുള്ളൂ, ഞാൻ വഴി ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്, അവരുടെ ഫാമിലികൾ നന്നായി പോകുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. നിങ്ങൾ പറയുന്നത് എന്നെ കുറിച്ച് മോശമായി എഴുതുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എൻ്റെ മുഖമല്ലേ വരുന്നത്. എഴുതിക്കോട്ടെ, അതിനെന്താ? കാരണം ഒരു PR വർക്കും വേണ്ട. കുറെ വർഷമായിട്ട് ഞാൻ വളരെ വെറുതെ ഇരിക്കാൻ ദിവസവും നിങ്ങൾ എൻ്റെ മുഖം ഓർക്കാത്ത ഒരു ദിവസം ഉണ്ടോ? കുറെ വർഷങ്ങളായിട്ട്
ഇല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ട് ഇല്ലേ? എത്ര ലക്ഷം രൂപയാണെങ്കിലും ആവും. കാരണം എന്നെ കുറിച്ച് നല്ല എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എന്തോ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഈ ഡെയിലി ഓർക്കുന്ന കാര്യം പറയാം. നമുക്ക് അത്രയും വാല്യുള്ള സിനിമകള് TV ചാനലുകളായിട്ട് കാണുന്ന മൈ ബോസ്, അതുപോലെ തന്നെ CID ന്യൂസ് ഒക്കെയാണ്. അപ്പൊ പവി ക്യാരക്ടറൊക്കെ പടം ദിലീപേട്ടന്റെ സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള ഇമോഷൻ പ്ലസ് കോമഡി ആണല്ലോ. അപ്പൊ നമുക്കൊരു എമ്പതി ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് പവി. അല്ല, ഇയാളെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നതാണ് എൻ്റെ ഇത്രയും നാളത്തെ ഒരു ഇത് വെച്ചിട്ട് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പവി ക്യാരക്ടർ. അതിന് ഭയങ്കര അടിച്ചമർത്തിയ അവകാശവാദങ്ങളല്ല, എൻ്റെ വിശ്വാസമാണ്. ചേട്ടാ ഇപ്പൊ CID മൂസ ആരാണ്? ആ, എന്നെ ഉദ്ദേശം എന്നെ ഒന്നുമില്ല. ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു, ഇപ്പം ചിലപ്പോൾ ഞാൻ സിനിമ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നാൽ പറയും ഈ പറഞ്ഞ പോലെ പഴഞ്ചനാണ് നമ്മൾ പറഞ്ഞേക്കാം. ഇതെല്ലാം അറിയാം എന്തിനാ പറഞ്ഞത്. നമ്മളിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. സംഭവം അതാണ്. കാരണം കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കഥയെ കൊണ്ട് ഹീറോയുടെ പുറകിൽ നടക്കുക, അതിനുവേണ്ടി അല്ലേ? ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പുറകെ കംപ്ലീറ്റ് ആൾക്കാരാണ് ഞങ്ങള്. പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞ ചെറിയ ആഗ്രഹമുണ്ട് അതിനുള്ളൊരു സാഹചര്യം. ഇപ്പം മൂസ 2 നന്നായി എഴുതി വരികയാണെങ്കിൽ രസകരമായ ആ പോകുമ്പോൾ ഒന്നിച്ച് അന്ന് അങ്ങനെ അതേ ഏത് ഊർജ്ജത്തിൽ തുടങ്ങിയോ ആ ഊർജ്ജത്തിൽ ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും മൂസ 2 ഉണ്ടാവും. അതുണ്ടാവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അത് കണ്ടിട്ട് നിങ്ങളെ പറയും ഇത് കുറച്ചുകൂടെ പുതിയ ആൾ ചെയ്തിരുന്നത് ചിലപ്പോൾ ബെറ്ററായെന്ന് പറയും. അതിന് ഞാൻ വഴിവെക്കുകയില്ല. ഒന്നെങ്കിൽ കട്ടക്ക് പിടിച്ച് ഞാൻ അന്നുണ്ടാക്കിയതാണ് തന്നെ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. അത് ഞാൻ തീർച്ചയായിട്ടും കാരണം വിട്ടുകൊടുക്കുകയില്ല, കൊടുക്കില്ല. സ്കോട്ട്ലൻഡിൽ തുടങ്ങും. സ്കോട്ട്ലൻഡിലായിരിക്കും ഇന്റർനാഷണൽ സോങ്. ജോണി ചേട്ടന് സ്ക്രീനിൽ കാണാൻ പറ്റുമോ? CID മൂസ സിനിമയിലുള്ള പല കലാകാരന്മാരും ഇപ്പോൾ ഇല്ല. അപ്പൊ CID മൂസ 2 എങ്ങനെയായിരുന്നു ഇന്ന് നമ്മൾ ഓർത്തിരിക്കുന്ന പല കഥാപാത്രങ്ങളും അന്ന് മലയാളം അത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടു. ഒരു കാര്യം ഞാൻ പറയും, പല ഇന്റർവ്യൂവിലും ഞാൻ പത്രസമ്മേളനത്തിൽ പോയിട്ട് പല പടങ്ങളും മൂസയുടെ പത്രസമ്മേളനം പോലെ മാറാറുണ്ട്. ഇത് പവി ടേക്കർ എന്ന സിനിമയുടെ പത്രസമ്മേളനം. നമുക്കൊരു മൂസയുടെ പത്രസമ്മേളനം ഒന്ന് കാര്യമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിന്റെ നമുക്ക് വിജയാഘോഷ സമയത്ത് നടത്താം. പിന്നെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞേക്കാം. ഒരിക്കലും ഇങ്ങനെ ഈ തുടർച്ചകൾ വന്നിട്ടുള്ള സിനിമകളിൽ ഒരിക്കലും ഒരു കഥാപാത്രവും നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല.